ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു പാനാസോണിക് ഹോം തിയേറ്ററാണ്. ഈ ഹോം തിയേറ്ററിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺ ആകുന്നുണ്ട്, പക്ഷേ സൗണ്ട് ഓഡിയോ ക്ലിയർ ഇല്ല. ആ ഓഡിയോയുടെ പ്രോബ്ലവും നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് ബോർഡിൽ എന്താണ് ഫാൾട്ടെന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. ഇനി ഇതിലെ ഓരോ സ്ക്രൂസുകളും അഴിക്കേണ്ടതാണ്. എല്ലാം ശ്രദ്ധിച്ച് ഇളക്കണം. അങ്ങനെ ഗൈസ്, എല്ലാ സ്ക്രൂസും നമ്മൾ അഴിച്ചു കഴിഞ്ഞു. ഇത് ഇളക്കണമെങ്കിൽ നമ്മൾ ഈ സൈഡിൽ ഒരു ചെറിയ സ്കൂട്ടർ എടുത്തിട്ട് പ്രസ് ചെയ്താൽ മതി, അത് മെല്ലെ ഇളകി വരും. ഇതാണ് ഇതിൻ്റെ ഓഡിയോ ബോർഡ്. ഇനി നമുക്ക് ഈ ഓഡിയോ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫാൾട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കപ്പാസിറ്ററിൽ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. ആ കപ്പാസിറ്ററിൽ കംപ്ലൈൻറ്റ് ഇരുന്നാലും ഓഡിയോ ക്ലിയർ കാണില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കപ്പാസിറ്റർ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വോൾട്ടേജ് അത് നോക്കണം. ഇല്ലെങ്കിൽ കപ്പാസിറ്റർ നമ്മൾ ബോഡിയിൽ നിന്ന് ഇളക്കണം. പിന്നെ ഇതെല്ലാം ഈ പണി ചെയ്യുമ്പോഴത്തേക്കും ഇതിലെ സോക്കറ്റൊക്കെ വരും. ആ സോക്കറ്റെല്ലാം മെല്ലെ ഇളക്കണം. ഇത് സോക്കറ്റെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് ബോർഡ് ഫ്രീ ആയിട്ട് ഇളക്കി വെച്ച് പണിയാം. നമുക്കത് പണിയുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനൊരു വിഗ്ഗുണ്ട്. ആ ഇതിന് വിഗ് എന്നാണ് പറയുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐ സി ആയാലും കപ്പാസിറ്റർ ആയാലും യന്ത്രമായാലും നമുക്ക് ഇത് വെച്ച് ഇളക്കാൻ പറ്റുള്ളൂ. സോൾഡറിങ് വെച്ച് പേസ്റ്റൊക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ സോൾഡറിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും മെല്ലെ വെച്ച് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ വിഗ് വെച്ച് പിടിക്കുമ്പോഴത്തേക്കും ഇത് പിടിച്ചിരിക്കുന്ന സോൾഡറിങ് താനെ അങ്ങ് ആ വിഗിൽ പറ്റി പിടിക്കും. അത് കഴിഞ്ഞ ഉടനെ പിന്നെ പയ്യെ കപ്പാസിറ്റർ നമുക്ക് ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വിഗ് വെച്ച് ഇളക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിൻ്റ് നമ്മൾ ഇളകാതെ ശ്രദ്ധിക്കണം. ഈ പ്രിൻ്റ് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. പ്രിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കപ്പാസിറ്റർ എല്ലാം കറക്റ്റായിട്ട് വോൾട്ടേജ് കറക്റ്റായിട്ട് ബോർഡിലോട്ട് പ്രവർത്തിക്കുള്ളൂ. അങ്ങനെ നമ്മൾ വിഗ് വെച്ച് കപ്പാസിറ്റർ ഇളക്കി കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇവിടെ അത് ഒരു കമ്പനിയിൽ നിന്ന് പശ ഇടും. ആ പശ ഇളക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ മണ്ണെണ്ണയോ അല്ലെങ്കിൽ ടിന്നറോ ഉണ്ടെങ്കിൽ അതൊന്ന് നനച്ചു കൊടുക്കണം. അതൊന്ന് നനച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് കുറച്ച് നേരം കഴിഞ്ഞ് അത് താനെ വരും. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പയ്യെ കുത്തി നോക്കിയാൽ അത് മെല്ലെ കുത്തി നോക്കിയാൽ കുത്തുമ്പോഴത്തേക്ക് പയ്യെ ഇളകി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കുത്തി നോക്കുമ്പോഴത്തേക്കും വേറെ കപ്പാസിറ്ററിലൊന്നും ചെന്ന് പെട്ട് ഇതാവരുത്. നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി, താനെ ഇളകി വന്നോളും. ഈ രണ്ട് കപ്പാസിറ്റർ നമ്മൾ ഇളക്കി നോക്കണം, എന്നാലേ അതിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലാവുള്ളൂ. ചില കപ്പാസിറ്ററിൽ തുരുമ്പെടുത്തിരിക്കും ഗൈസ്. ആ തുരുമ്പെടുത്തിരിക്കുമ്പോഴത്തേക്കും വോൾട്ടേജ് കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കും. നമ്മൾ വിഗ് വെച്ച് ഇളക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രിൻ്റ് ഇളകാതെ സൂക്ഷിക്കണം. ഇത് ഐ സിയിൽ കൊണ്ട് വയറൊക്കെ അടിച്ചിരിക്കുന്നത് കണ്ടോ ഗൈസ്? അത് പ്രിൻ്റ് പോയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി വിഗ് വെച്ച് ഇളക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ചും കണ്ടും നോക്കി ഇളക്കിയാൽ പിന്നെ നമുക്ക് ഇതേപോലെ വയർ അടിച്ച് സോൾഡർ ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം നമ്മൾ ഇത് ശ്രദ്ധിച്ച് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വിഗ് വെച്ച് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ടിന്നർ വെച്ച് ക്ലീൻ ചെയ്യണം എപ്പോഴും. അപ്പം ബോർഡിൽ പറ്റിയിരിക്കുന്ന അഴുക്കെല്ലാം ക്ലിയർ ആകും. പിന്നെ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇളകി വന്നു, കപ്പാസിറ്റർ ഇളകി വന്നത്. നമുക്ക് ഇനി കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കണം, തുരുമ്പെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് കഴിഞ്ഞ് ഡയോഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഡയോഡിലും കംപ്ലൈൻറ്റ് ഇരുന്നാലും അങ്ങനെ ഓഡിയോ മാത്രമല്ല, വോൾട്ടേജ് സ്റ്റഡി ഇല്ലെങ്കിൽ ഓഡിയോ ക്ലിയർ കാണില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിലൊക്കെ വന്നിരിക്കുന്ന ആ കമ്പികൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നോക്കണം, തുരുമ്പ് വല്ലതും ഉണ്ടോ എന്ന്. നമ്മൾ ആദ്യം ഇളക്കിയ പശ അത് കുറച്ചൊക്കെ അതിലൊക്കെ ഒട്ടിയിരിക്കും, അതെല്ലാം നമ്മൾ ക്ലിയറായിട്ട് നോക്കണം. അത് ഒട്ടിയിരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇളക്കിയതിന് ശേഷം കമ്പികൾ തുരുമ്പെടുത്തിരിപ്പുണ്ടോ എന്ന്
ക്ലിയർ ആയിട്ട് നോക്കിയതിന് ശേഷം അതെല്ലാം ക്ലീൻ ചെയ്യണം. അങ്ങനെ ഗൈസ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കപ്പാസിറ്റർ ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ മാറ്റണം. 6800 25 വോൾട്ടാണ് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് പ്ലസും മൈനസും നോക്കി നമ്മൾ എങ്ങനെ വരുമോ അതേപോലെ കണക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ പൊളായിട്ട് മാറിപ്പോയാൽ അത് കറക്റ്റ് ആവില്ല. അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പ്ലസും മൈനസും നമ്മൾ ആ ബോർഡിൽ എങ്ങനെ എഴുതിയിരിക്കുന്നോ അതേപോലെ നോക്കി നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്കതിനി സോൾഡറിങ് ചെയ്ത് നോക്കാം. ഇനി സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വോൾട്ടേജ് എല്ലാം സ്റ്റഡി ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കട്ടറിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രിൻ്റ് ഇളകാതെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രിൻ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇളക്കിയ ഇത് വയർ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ ഒട്ടിക്കണം. അത് ആ പ്രിൻ്റ് അവിടെ കട്ടായത് കൊണ്ടാണ് ഇങ്ങനെ വയർ കൊടുത്തത്. ഇനി നമ്മൾ ആദ്യം കണക്ഷൻസ് വോൾട്ടേജ്, ഇത് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന AC സപ്ലൈ ആണ്. അത് നമുക്ക് അതിൽ കണക്ട് ചെയ്യണം. ഇത് ഡിസ്പ്ലേക്ക് ഉള്ള കണക്ഷനാണ്. പിന്നെ ആഡ്സ് ഇൻപുട്ട്, ഇനി സബ് ലൈന്, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അതായത് ഊരിയ സ്ഥലത്തു നിന്ന് തന്നെ കറക്റ്റായിട്ട് നോക്കി കണ്ട് കണക്ഷൻ കുത്തണം. ഇത് സബ് ലൈനാണ്, ഈ 2 വയർ വരുന്നത്. ഇനി കപ്പാസിറ്റർ എല്ലാം നോക്കി ഇത് ക്ലിയർ ആണോ ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കണം. ഓണാക്കി നോക്കുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ഭാഗം ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഓണാക്കാം, അല്ലെങ്കിൽ അടച്ചു വെച്ച് വന്നതിന് ശേഷം ഓണാക്കി നോക്കാം. നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ സെറ്റ് ഓണായിട്ടുണ്ട്. ഇനി ഒരു ESP കുത്തി ഓഡിയോ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓഡിയോ വീണ്ടും ഫാൾട്ട് കാണിക്കുന്നുണ്ട്. അത് വോൾട്ടേജ് എല്ലാം ഇനി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വോൾട്ടേജ് എല്ലാം സ്റ്റഡിയാണ്. പക്ഷേ ഇതിൽ ഫാൾട്ട് കാണിക്കുന്നത് IC ആണ്. ഈ IC ചേഞ്ച് ചെയ്താലേ ബാക്കി കാര്യം എന്താണെന്ന് അറിയാൻ പറ്റും. ഇനി ICയിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഇനി ഇതിൽ കൂടി മീറ്റർ എന്തായാലും നമ്മൾ മീറ്ററിലാണ് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മീറ്ററിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം സ്റ്റഡിയായിട്ട് ക്ലിയറായിട്ട് ICയിൽ വരുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം IC മാറ്റുക. വോൾട്ടേജ് എല്ലാം സ്റ്റഡിയാണ് ഗൈസ്. അപ്പോൾ ഇനി മാറ്റേണ്ടത് നമുക്ക് IC ആണ്. ഈ IC നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ICയിൽ പ്രിൻ്റെല്ലാം പോയിട്ടുണ്ട്, എന്നാലും നമ്മൾ അതായത് സൂക്ഷിച്ച് ഇളക്കുന്നതാണ് ബെറ്റർ. ഇതിപ്പോൾ ഇളകി വരാൻ ഇത്തിരി പാടായത് കൊണ്ട് സോൾഡറിങ് ചെറുതായിട്ടൊക്കെ ചൂടാക്കി പേസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ മെല്ലെ കുത്തി ഇളക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇതിൽ ഇരിക്കുന്ന ലെഡ്, ഈ ചില ലെഡുകളാണെങ്കിൽ കുറേ വർഷം പഴക്കം ആകുമ്പോൾ അത് ഇളകി വരാൻ ഇച്ചിരി പാടാണ്. അപ്പം അത് നമ്മൾ കുറച്ച് നേരം അത് ഹീറ്റ് ആക്കി പയ്യെ മെല്ലെ സൂക്ഷിച്ച് ഇളക്കണം. ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് IC മാറ്റിയതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അങ്ങനെ IC നമ്മൾ സോൾഡറിങ് എല്ലാം ഇളക്കിയിട്ടുണ്ട്. ഇനി ഈ സ്ക്രൂസുകൾ നമ്മൾ മെല്ലെ അഴിച്ചെടുക്കണം. സ്ക്രൂസുകൾ ചിലത് നല്ല ടൈറ്റായിരിക്കും. ഇപ്പം നന്നായിട്ട് പ്രഷർ കൊടുത്തതിന് ശേഷം മെല്ലെ തിരുക്കി എടുത്താൽ മതി. അപ്പം മെല്ലെ ഇളകി വന്നോളും. IC ഇളക്കുമ്പോഴത്തേക്കും പ്രിൻ്റ് എന്തായാലും ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ വിഗ് വെച്ച് പിടിച്ചാലും ചില സോൾഡറിങ് അതിൽ പിടിച്ചിരിക്കും. അങ്ങനെ സ്ക്രൂസ് മെല്ലെ തിരുക്കി നമ്മൾ ഇളക്കി കഴിഞ്ഞു. ഇനി IC അങ്ങനെ ഇളക്കി കഴിഞ്ഞു ഗൈസ്. IC നമ്പർ TDA
7265 ഐ സിയുടെ നമ്പർ. ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഐ സി ആണ്. അങ്ങനെ പുതിയ ഐ സി എടുത്തിട്ടിട്ടുണ്ട്. നമുക്കിനി കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം ഐ സി നമ്പർ. സെയിം നമ്പർ ഉണ്ടെങ്കിൽ ഇത് ആഡിയോ നമുക്ക് ക്ലിയറായിട്ട് കേൾക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതിങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് ഫിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സ്ക്രൂ പോയിൻറ്റിൽ വെച്ചതിന് ശേഷം സ്ക്രൂ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കണം. സ്ക്രൂ നമ്മൾ കൈ കൊണ്ട് ആദ്യം ടൈറ്റ് ചെയ്ത് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ ഇട്ട് നല്ല ടൈറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ സ്ക്രൂ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം സോൾഡറിങ് ചെയ്താൽ മതി. അപ്പോഴേ നമുക്ക് ബോർഡ് തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും സോൾഡറിങ് പിടിപ്പിക്കുമ്പോൾ ഐ സി താഴെ ഇളകി വീഴാതിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. ഐ സി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സോൾഡറിങ് ആണ്. ഈ വയറുകൾ നമ്മൾ അതിൻ്റെ രീതിയിൽ സോൾഡറിങ് ചെയ്ത് വയ്ക്കണം. ഫസ്റ്റ് നമുക്ക് ഇരിക്കുന്ന പ്രിൻ്റിൽ സോൾഡറിങ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വയറെടുത്ത് സെറ്റ് ചെയ്താൽ മതി. സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഗൈസ് വയറിങ് ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഗൈസ് ഓഡിയോ സെക്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി സബിൻ്റെ ഐ സി ഇതാണ് രണ്ടാമത്തെ ഐ സി. ഈ രണ്ടാമത്തെ ഐ സി കൂടെയാണ് സബ് വരുന്നത്. അങ്ങനെ നമുക്ക് ഈ സബ് ഐ സിയും കൂടെ മാറ്റിയതിന് ശേഷം സബ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വിഗ് വെച്ച് പ്രിൻ്റ് ഇളകാതെ ക്ലിയറായിട്ട് നമ്മൾ ഐ സി ഇളക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് എല്ലാവരെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഗൈസ് സബ് ഐ സിയും ഓഡിയോ ഐ സിയും മാറിയതിന് ശേഷം നോക്കിയപ്പോൾ ഓഡിയോ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ബാക്ക് വശത്തെ സ്ക്രൂകൾ ഇടണം. നമ്മൾ കറക്റ്റായിട്ട് സ്ക്രൂസുകൾ നന്നാക്കി ഇട്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ടെസ്റ്റിങ് കൂടെ ചെയ്തതിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം. വീഡിയോക്ക് ഇച്ചിരി ലെന്ത് കൂടുതലായതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.